ഹായ്, നമുക്കിപ്പോൾ വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ ആഡ് പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. സോ പേജ് ലോഡായിട്ടുണ്ട്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വരേണ്ടത്. അപ്പോൾ നമുക്കിനി പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുക്കണം. സോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചു, പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വീഡിയോ പ്ലേ ആവുകയാണ്. സോ ആ സമയത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് ഇവിടേക്ക് വന്നു. അപ്പോൾ ഇവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടതൊന്ന് ഇതായിരുന്നു, നമ്മുടെ പേര് കോപ്പി ചെയ്യണമായിരുന്നു. സോ പേര് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഈ മുകളിലുള്ള എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. നേരത്തതുപോലെ ഡയറക്റ്റ് ഒരു പേസ്റ്റിംഗ് അല്ല, കോപ്പി പേസ്റ്റ് അല്ല. നമ്മൾ എഡിറ്റ് വിത്ത് എലമെൻറ്റോർ ഓപ്ഷൻ അടിച്ച ശേഷം നമ്മൾ നേരെ എലമെൻറ്ററിലേക്ക് പോവുകയാണ്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ എലമെൻറ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കയറി വരുവാണ്. അപ്പോൾ എലമെൻറ്റോർ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്താ നമ്മുടെ ഒരു എലമെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. വിഡ്ജറ്റിൻ്റെ അവിടെ കാണുന്ന ഓപ്ഷൻ, ഇവിടെ നമ്മൾ ബ്ലോക്കാണ് സെലക്ട് ചെയ്യുന്നത്. സോ പേജ് എന്നുള്ളത് മാറ്റി നമ്മൾ ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ ഫ്രീ ഉണ്ട്, പ്രീമിയം ഉണ്ട്. പ്രീമിയം പെയ്ഡാണ്, നമ്മൾ ഫ്രീ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കാണുന്നതിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് നമുക്ക് എടുക്കാം. നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, പക്ഷേ സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ബ്ലോക്ക് ന്യൂസ് ബ്ലോക്ക് 2, 3 ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ അതായത് ഞാനിത് സെലക്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ന്യൂസ് ബ്ലോക്ക് 3 ഫ്രീ എന്നുള്ളത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുവാണ്. നമ്മൾ അവിടുന്ന് ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി കുറേ പോസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം വീഡിയോ പോസ്റ്റ് ചെയ്യാന്നുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു കോളം ബ്ലാങ്ക് ആയിട്ട് വരും. നമ്മൾ ഇവിടേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ഐക്കൺ അടിച്ചാലും മതി. ഇവിടെ നമ്മൾ ഇവിടുന്ന് യൂട്യൂബിൻ്റെ ഓപ്ഷൻ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇടുവാണ്. സോ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടു. ഇനിയാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ നിന്നും കോപ്പി ചെയ്ത ശേഷം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന യൂട്യൂബ് URL എന്നുള്ളത് അത് മാറ്റണം. അത് സെലക്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ പുതിയ URL നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ ലോഡായി വരുന്നു. ഇനി വേണ്ട നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം. സോ അതിനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോകാം. അവിടെ എത്ര പോസ്റ്റുകൾ ഇവിടെ താഴെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നമുക്കവിടെ പറയാം. സോ ഇവിടെ വലിയ കണ്ടൻറ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 4 എന്നുള്ളത് വേണമെങ്കിൽ 3 ആക്കാം. സോ ഒരെണ്ണം കുറഞ്ഞിരിക്കും, കണ്ടോ. അപ്പോൾ ഒരു പോസ്റ്റ് കുറഞ്ഞിരിക്കും. നമുക്ക് എത്ര വേണം അത്രയും മാത്രം നമ്മളവിടെ കൊടുത്താൽ മതി. എന്തെങ്കിലും ടാഗ് കൊടുത്ത് നമുക്ക് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ടാഗുകൾ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തന്നെ ഇവിടെ ഉള്ളത് മാത്രം ഇവിടെ റൈറ്റ് സൈഡിൽ ലോഡായിട്ട് വരും. സോ അങ്ങനെ കൊടുത്താൽ അത് തന്നെ ആ കാറ്റഗറി നമുക്ക് അവിടെ വരത്തുള്ളൂ. സോ ഞാൻ എന്തായാലും അവിടെ അത് കൊടുക്കുന്നില്ല. സോ ഞാൻ കൂടുതൽ ഓപ്ഷൻസ് ഞാനിവിടെ കൊടുക്കാതെ തന്നെ നേരെ ഞാൻ പോസ്റ്റിങ്ങിലേക്ക് വരുവാണ്. നമ്മൾ ഏതെങ്കിലും ഇവിടെ റൈറ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ അത് വേണ്ട
അത് കഴിഞ്ഞുള്ള പോസ്റ്റ് മതി എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ 1 ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ അത് കുറയുന്നതാണ് ഇവിടെ വാർത്തകൾ. ഇപ്പോൾ നേരത്തെ കൊടുത്ത വാർത്ത, ഇനി അതല്ല അടുത്താണെങ്കിൽ 2 എണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ നമുക്ക് വാർത്തകൾ ഇങ്ങനെ മാറ്റണമെങ്കിൽ ഈ ഓഫ്സെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. സോ ഇനി നമ്മളിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനിയും ഒരു സെറ്റിംഗ് കൂടെ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മളുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടാവും. നമ്മളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. സോ വെബ്സൈറ്റിൽ വരുമ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് അവിടെ ഉണ്ടാവും. സോ ഞാൻ വെബ്സൈറ്റിൽ ഒന്നുകൂടെ പോയി നോക്കാം. ഓക്കെ, ഇതായിരുന്നു പോസ്റ്റ്. കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരില്ല, പക്ഷേ ഇവിടെ ഫോട്ടോസ് ഒന്നുമില്ല. സോ നമുക്കിവിടെ ഫോട്ടോ കൊടുക്കണം അല്ലേ? അതുമാത്രമല്ല, നമുക്ക് ഈ ബിസിനസ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവിടേക്ക് വരണം. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മളിത് എഡിറ്റ് വിത്ത് എലമെൻറ്റോറാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പിന്നിലേക്ക് പോകണം. സോ ബാക്ക് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്തു. ഇതാ ഇപ്പം നോർമൽ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഓപ്ഷനിൽ വന്നു. നേരത്തെ നമ്മൾ അവിടെ ആഡ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഫോട്ടോസ് ആഡ് ചെയ്താൽ മാത്രമേ അവിടെ വ്യൂവിൽ വരത്തുള്ളൂ. സോ നമുക്കത് ആഡ് ചെയ്യണം, നമുക്കത് നോക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ കാറ്റഗറി ഓട്ടോമാറ്റിക്കലി ബിസിനസ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ബിസിനസ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ വീഡിയോ എന്നുള്ളത് കൊടുക്കണം. സോ വീഡിയോ എന്നുള്ളത് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. സോ നമ്മൾ കൊടുത്തു. ഇനി ടാഗ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. സോ കോൺഗ്രസ് എന്നുള്ള ടാഗ് മാത്രം നമ്മൾ ഇവിടെ കൊടുക്കാം. നമുക്ക് എത്ര ടാഗ് വേണമെങ്കിലും കൊടുക്കാം. സോ നമ്മൾ കോൺഗ്രസ് എന്നുള്ള ഒറ്റൊരു ടാഗ് മാത്രം നമ്മളിവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഫീച്ചേർഡ് ഇമേജ് നമുക്ക് ആഡ് ചെയ്യണം. സോ നമുക്ക് വേറെ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു സ്ക്രീൻഷോട്ട് തന്നെ നമുക്ക് എടുക്കാം. സോ കുറച്ച് മുമ്പോട്ടൊന്ന് നോക്കിയിട്ട് സോ ഫുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഞാൻ പ്രിൻ്റ് സ്ക്രീൻ ബട്ടണെ പ്രസ് ചെയ്തിട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലുള്ള ഒരു വീഡിയോ ജസ്റ്റ് കോപ്പി ചെയ്തു. സോ ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് അപ്പോൾ അത് സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. സോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ആ സേവ് ചെയ്ത ഇമേജ് ഇനി എനിക്ക് എടുക്കണം. സോ അതെൻ്റെ പിക്ചേഴ്സ് എന്നുള്ള സെക്ഷനിൽ സ്ക്രീൻഷോട്ടിലാണ് അത് വരുന്നത്. സോ ഈ ലാസ്റ്റ് ഇമേജ് ആവാനാണ് ചാൻസ് കൂടുതൽ. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമുക്കൊരു തംബ്നെയിൽ എന്തെങ്കിലും ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റാം. സോ ഞാൻ അതിൻ്റെ പേരൊന്ന് റീനെയിം ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, ഇനി ഞാൻ റീനെയിം ചെയ്യുന്നില്ല, നേരെ ഞാൻ ആഡ് ചെയ്യുവാണ് തൽക്കാലം. നോക്കാം. സോ ആ ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ വീഡിയോ മാത്രം കണ്ടാൽ മതി, ഇമേജ് കാണണ്ട എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഒരു ടിക്ക് കൊടുക്കും. ഓക്കെ, നമുക്ക് ഇനി പബ്ലിഷ് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ പോസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്നുകൂടെ നോക്കാം. സോ ഇപ്പോൾ കണ്ടോ, വീണ്ടും ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. സോ നല്ല രീതിയിൽ തംബ്നെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വ്യൂ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നത്. നമുക്കിനി വീഡിയോ പ്രസ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇനി ഇതിൽ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. സോ വീഡിയോ വന്നു, റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്ത വാർത്തകൾ അവിടെ വന്നു. സോ ഇതിലെന്തെങ്കിലും ബാലൻസ് ഇവിടുന്ന് ഏതെങ്കിലും ഒരെണ്ണം മാറ്റണമെങ്കിലും ഒക്കെ നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാറും. ഓക്കെ, കണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നത്. സോ ഇനി അഡ്വാൻസ് ലെവലിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്